ഇന്നത്തെ ചിന്തയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ദ ബ്ലഡ് ദാറ്റ് സ്പീക്സ് ബെറ്റർ തിങ്സ്. ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ദ ബ്ലഡ് ദാറ്റ് സ്പീക്സ് ബെറ്റർ തിങ്സ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് കർത്തൃമേശയുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. ആരൊക്കെ പറഞ്ഞാലും എത്ര നമ്മൾ വായിച്ചാലും ഇതിൻ്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ അറിവും നമ്മുടെ ജ്ഞാനവും വെച്ച് നമുക്ക് ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം ധരിച്ചിരിക്കുന്ന പൊന്ന്, വെള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ അത് അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ എന്നാണ്. എന്നാൽ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിലയേറിയ രക്തം എന്നാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് ഗ്രഹിച്ച് കർത്താവിനെ പിൻപറ്റാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കയീൻ ആബേലിനെ കൊലപ്പെടുത്തി. സ്തോത്രം. ആ സമയത്ത് കയീനോട് ദൈവം സംസാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അതിനവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ദൈവം ഒരു ശബ്ദം കേൾക്കുകയാണ്. ആബേലിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം. ഭൂമിയിൽ നിന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. സ്തോത്രം. ആ ശബ്ദം കേട്ട് ദൈവം കയീനോട് പറയുകയാണ്, എന്താണിത്? അതിനവൻ അരുളി ചെയ്തു, നീ എന്തു ചെയ്തു? നീ എന്തു ചെയ്തു? അവൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. അവിടെ പറഞ്ഞു, നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. എന്നോട് നിലവിളിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ആബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു? വാട്ട് ഫോർ? എന്തിനാണ്? വാട്ട് ഡസ് ഇറ്റ് കോൾ ഫോർ? ഹല്ലേലൂയ. എന്തിനാണ് ഈ രക്തം? എന്താണ് ഈ രക്തം പറയുന്നത്? ആബേലിൻ്റെ രക്തം എന്താണ് പറയുന്നത്? സ്തോത്രം. ഒന്ന്, മേ ബി ഫോർ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്നാൽ കഴിയുന്ന ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ കൊല്ലപ്പെട്ടു. ആ രക്തം അവിടെ നീതിക്ക് വേണ്ടി, അൺഫെയർലി ഐ വാസ് ട്രീറ്റഡ്. ഹല്ലേലൂയ. അതായിരിക്കണം ദൈവത്തോട് ആ രക്തം ഭൂമിയിൽ നിന്ന് ക്രൈയിങ് ഔട്ട്. വൈ? ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ടാകും, മസ്റ്റ് പണിഷ് ദ വൺ ഹു ഡിഡ് ദിസ്. അൺഫെയർലി ഇറ്റ് ഹാപ്പൻഡ്. You must punish. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന് ആ ശബ്ദം കേൾക്കണം. ദൈവം അവനെ തക്കതായ ശിക്ഷകൾ ആ സമയത്ത് അനുവദിച്ചു. അടുത്തത് പറയുന്നുണ്ടാവും, ജഡ്ജ്മെന്റ്. ഇവിടെ പാപം ചെയ്തിട്ടുണ്ട്. The sin has been committed. അതുകൊണ്ട് ജഡ്ജ് ചെയ്യണം. അതിനെ ജഡ്ജ് ചെയ്യണം. Should not be ignored. There must be curse. ആ രക്തം അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ഈ രക്തം ഒരു കുറ്റവും ചെയ്യാതെ ചിന്തപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിന് കാരണക്കാരനായ ആളുടെ മേൽ പാപം ചുമത്തണം. അവൻ്റെ മേൽ അതിൻ്റെ തക്കതായ ആ ശാപം നിലനിൽക്കണം. നമുക്കറിയാം ദൈവം കയീനെ ശപിക്കുന്നുണ്ട്. ആ ഭൂമിയെ ശപിക്കുന്നുണ്ട്. സ്തോത്രം. The blood that was shed innocently is crying out.
കോൾസ് ഫോർ ജസ്റ്റിസ്, അതുപോലെ തന്നെ ഇറ്റ് കോൾസ് ഫോർ ജഡ്ജ്മെൻറ്റ്. വിധിക്കണം. അതുപോലെ തന്നെ ദൈവകോപത്തിനായിട്ട് അത് വിളിച്ച് പറയുകയാണ്. ദ ഹോളി റാത്ത് ഓഫ് ഗാഡ്. നീ നീതിമാനായ ദൈവമാണ്, നിനക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല, നീ തക്കതായ മറുപടി ഇതിന് കൊടുക്കണം. ഹല്ലേലൂയ. ന്യായാധിപതിയായ ദൈവത്തോട് ആ രക്തം അലമുറയിട്ട് കരയുകയാണ്. സ്തോത്രം. നീ എന്താണ് ചെയ്തത്? കയീനോട് ദൈവത്തിൻ്റെ ചോദ്യം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരാൾ കരഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിഷ്കളങ്കമായ രക്തം ഭൂമിയിൽ നിന്ന് ഹല്ലേലൂയ അത് വിളിച്ചു പറയുകയാണ്, ക്രൈ ഔട്ട് ചെയ്യുകയാണ്. ഇത് ജഡ്ജ്മെൻറ്റ് വേണം, ഇതിന് ന്യായം വേണം, ഇതിന് ഹല്ലേലൂയ തക്ക ശിക്ഷ കൊടുക്കണം, തക്ക പണിഷ്മെൻറ്റ് കൊടുക്കണം, ഇതിൻ്റെ മേൽ ശാപം വരണം. ഹല്ലേലൂയ. നിന്റെ ആ വിശുദ്ധ കോപം അത് വെളിപ്പെടണം. അത് അത്യാവശ്യമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ അവർ ചെയ്തതിന് തക്കതായ പ്രതിഫലം അവർക്ക് കിട്ടും. ഹല്ലേലൂയ. ആ ബ്ലഡ് അവിടെ അതിനു വേണ്ടി വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചു, എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ രക്തമോ, സ്തോത്രം, നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം അവിടെ ചിന്തപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത് 10-ാം അധ്യായം 12-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിച്ചിട്ട്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. ഭൂമിയിൽ നിന്നും അലമുറയിട്ട് കരയുന്ന ആ ആബേലിൻ്റെ രക്തവും, എന്നാൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തപ്പെട്ട ആ രക്തത്തെയും ഒരു കമ്പാരിസൺ കൊണ്ടുവരികയാണ് അപ്പോസ്തലനായിരുന്ന പൗലോസ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആബേലിൻ്റെ രക്തം സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. എന്നാൽ ഇവിടെ പറയുന്നു, ആ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. സ്തോത്രം. ഇതും നിഷ്കളങ്കമായി നിർദോഷമായി ചിന്തപ്പെട്ട രക്തമാണ്. എന്നാൽ ഇത് സംസാരിക്കുന്നത് ആബേലിൻ്റെ രക്തം മാതിരിയല്ല. ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടു, സ്തോത്രം, വിലയേറിയ സകലത്തേക്കാളും വിലയേറിയ രക്തം. സ്തോത്രം. ശരിയാണ്, ആബേൽ നിഷ്കളങ്കനാണ്. എന്നാൽ ഇവിടെ നിഷ്കളങ്കൻ എന്ന് പറയാൻ പാപം ഇല്ലാത്ത നിർദോഷിയായ, അല്ലേ, നമുക്ക് എത്ര അതിനേക്കാൾ പരിശുദ്ധമായ ഒരു രക്തം നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയത്തില്ല. ആ രക്തം ഇവിടെ ചിന്തപ്പെട്ടു. എന്നാൽ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ പറഞ്ഞത്, ഹല്ലേലൂയ, പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്, ഗുണകരമായി സംസാരിക്കുന്ന ആബേലിൻ്റെ രക്തത്തെക്കാൾ. അപ്പോൾ ഈ രക്തവും സംസാരിക്കുന്ന രക്തമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ രക്തം നമ്മെ, അല്ലേ, സംസാരിക്കുന്ന രക്തം എന്ന് പറയുമ്പോൾ ആ രക്തത്തിന് പലതും ചോദിക്കാനുണ്ട്, പലതും പറയാനുണ്ട്. സ്തോത്രം. നമ്മൾ വിചാരിച്ചു 2000 വർഷങ്ങൾക്ക് മുന്നമേ കാൽവരിയിൽ ചിന്തി കഴിഞ്ഞു എന്ന്. എന്നാൽ അങ്ങനെയല്ല. സംസാരിക്കുന്ന ഗുണകരമായ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവീൻ. അരുളി ചെയ്തവനെ ഇതൊരു താക്കീതായിട്ടാണ് അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത്. ഇതൊരു കമ്പാരിസൺ ആണ്. അത് നമുക്ക് ആ ശ്രേഷ്ഠത ഗ്രഹിപ്പാൻ വേണ്ടി മാത്രമുള്ളതല്ല, എന്നാൽ ഒരു കമ്പാരിസൺ ആണ്. ഇവിടെ പറയുകയാണ്, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. സ്തോത്രം. ഭൂമിയിൽ
അരുളി ചെയ്തപ്പോൾ അതിനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതെ അവർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചു എങ്കിൽ, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം നിരസിച്ചാൽ എത്രയധികം നാം വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം, രക്തത്തെക്കുറിച്ച് നമ്മൾ ഡിഫറൻസ് കണ്ടു. മാത്രവുമല്ല, ആബേലിൻ്റെ രക്തം അത് ഭൂമിയിൽ നിന്ന് ക്രൈ ഔട്ട് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നാണ് യേശുവിൻ്റെ രക്തം. ഭൂമിയിലാണ് ചിന്തിയതെങ്കിലും സ്വർഗത്തിൽ നിന്നാണ് അതിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കയീൻ്റെ മേൽ ന്യായവിധി വന്നപ്പോൾ ആ ആബേലിൻ്റെ രക്തം അവിടെ നിന്നു, അതിൻ്റെ സംസാരം അവിടെ നിന്നു. എന്നാൽ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അതും സ്വർഗത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്തോത്രം. ഇതൊരു റിയാലിറ്റിയാണ്. നമുക്ക് ഒരു നമുക്ക് വായിക്കാനും അല്ലെങ്കിൽ കേൾക്കാനും കൊള്ളാവുന്ന ഒന്നായിട്ട് ഇതിനെ എടുക്കരുതേ. ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്ന്, സ്തോത്രം, ആ ആബേലിൻ്റെ രക്തം സംസാരിച്ചത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവം അന്ന് കയീനോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ കേൾക്കുന്നത്? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കാര്യം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ആ രക്തത്തിൻ്റെ അടുക്കിലേക്ക് നാം വരുമ്പോൾ നാം വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആലോചന പറയുന്നു. സ്തോത്രം. എന്താണ് യേശുവിൻ്റെ രക്തം വിളിച്ചു പറയുന്നത്? പിതാവിനോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? സ്തോത്രം. കയീൻ്റെ രക്തം അവനെ പനിഷ് ചെയ്യണം, അവനെ തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രക്തം പറയുകയാണ്, അവന് മാപ്പ് കൊടുക്കണം. ഹല്ലേലൂയ. എനിക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും, അവനിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും മാപ്പ് കൊടുക്കണം. എത്ര വലിയ തെറ്റാണെങ്കിലും ഈ രക്തം ചിന്തിയത് അത് അവരാണ് കാരണക്കാര്. എന്നാൽ ഈ രക്തം വിളിച്ചു പറയുന്നു, അപ്പാ അവരോട് നീ ക്ഷമിക്കണം. ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണ് നമുക്ക് ഫോർഗീവ്നെസ് ലഭിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ഇത് പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണ്. സ്തോത്രം. അവർ പാപികളാണ്. എന്നാൽ ഈ രക്തം വിളിച്ചു പറയുന്നു, forgive them. ഹല്ലേലൂയ. അതുകൊണ്ട് ആ രക്തം ചിന്തിയപ്പോൾ വിശ്വസിച്ചവർക്ക് പാപത്തിൽ നിന്നും ക്ഷമ ലഭിക്കുവാനിടയായി തീർന്നു. ഇന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നും ഹല്ലേലൂയ നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്ന, ഇനിയും കർത്താവ് വിശ്വസിക്കാത്ത ഹല്ലേലൂയ അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവൻ പാപിയാണ്, അവൻ തെറ്റ് ചെയ്തവനാണ്, എന്നാൽ അവന് മാപ്പ് കൊടുക്കണം, അവനോട് ക്ഷമിക്കണമെന്ന് സ്വർഗത്തിൽ വിളിച്ചു പറയുന്ന, ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ തുറക്കട്ടെ. ഹല്ലേലൂയ. പിന്നീട് എന്താണ് പറയുന്നത്? അവിടെ പറയുന്നു, ഫോർ പീസ്. ആബേലിന്റെ രക്തം പറഞ്ഞു അവനെ ശപിക്കണം എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, ഈ രക്തം പറയുകയാണ് അവിടെ സമാധാനം കൊണ്ടുവരണം, അവിടെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരണം, അവന് രക്ഷ കൊടുക്കണം. ഹല്ലേലൂയ. അതാ നമ്മുടെ യേശു. ഹല്ലേലൂയ. അതാ നമ്മുടെ യേശു. സ്തോത്രം. ശാപം വരേണ്ടിയിടത്ത്, ദോഷം വരേണ്ടിയിടത്ത്, സ്തോത്രം, യേശു പറയുകയാണ്, ഇല്ല, അവിടെ സമാധാനമാകട്ടെ, അവിടെ ആശ്വാസം വരട്ടെ, അവിടെ അനുഗ്രഹങ്ങൾ കൊടുക്കണം, അവനെ രക്ഷയിലേക്ക് നടത്തണം. ഹല്ലേലൂയ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ശ്രേഷ്ഠതയോടെ അത് കേൾക്കുവാൻ, അത് കാണുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കൊളോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞു,
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആ. അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. അവൻ മുഖാന്തരം, ആ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. പീസ്, പീസ്. നാം കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ആ രക്തം. ഇന്ന് പിതാവ് ചോദിക്കും, മക്കളെ ഞാനിതാ കേൾക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ഈ രക്തം എന്ന് പറയുകയാണ് അവന് മാപ്പ് കൊടുക്കണം, അവന് സമാധാനം കൊടുക്കണം, അവനെ അനുഗ്രഹിക്കണം, അവന് രക്ഷ കൊടുക്കണം എന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾക്കിത് വേണ്ടയോ? ഇന്ന് ദൈവം ചോദിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അവനെ അനുഗ്രഹിക്കണം. ആ രക്തം സമാധാനമുണ്ടാക്കി. എന്ത് ചെയ്തു? ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സമാധാനം എന്തുണ്ടായി? ദൈവത്തിൽ നിന്നും അകന്നു പോകണം, അവന് ശപിക്കണം, അവന് ജഡ്ജ്മെന്റ് കൊടുക്കണം, ആ ദൈവകോപത്തിന് അവൻ ഇരയാകണമെന്ന് ആബേലിന്റെ രക്തം വിളിച്ചു പറഞ്ഞപ്പോൾ യേശുവിന്റെ രക്തം പറയുകയാണ്, ഇല്ല, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കണം, അവനോട് നീ ക്ഷമിക്കണം, അവനെ അനുഗ്രഹിക്കണം, അവനെ രക്ഷ കൊടുക്കണം എന്ന് വിളിച്ചു പറയുന്ന രക്തമാണ്. ആ രക്തത്തിന്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കുറ്റം വിധിക്കുന്നതിന് പകരം എന്തു പറയുന്നു? ജസ്റ്റിഫൈ ചെയ്യുകയാണ്. അവന്റെ കുറ്റത്തിന് പകരം ഞാൻ കാൽവരിയിൽ യാഗമായിട്ടുണ്ട്. പിതാവിനോട് പറയുകയാണ്, അവനെ നീ നീതിമാനായി വിടണം. ഹല്ലേലൂയ. സ്തോത്രം. അക്യൂസേഷൻ, അതാണ് ഏബേലിന്റെ രക്തം പറയുന്നത്. അവനെ കുറ്റം വിധിക്കണം, നിന്റെ ആ വിശുദ്ധ കോപത്തിന് അവൻ ഇരയാകണം. എന്നാൽ യേശുവിന്റെ രക്തം പറയുന്നു, ഹല്ലേലൂയ, അവനെ നീതീകരിക്കണം. അവൻ പാപിയല്ല എന്ന് നമ്മെ നോക്കി ആ രക്തം അലമുറയിട്ട് പറയുന്നു. സ്തോത്രം. എന്നാൽ നാം പലപ്പോഴും പാപം കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നടക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ആ രക്തം അവിടെ നിന്ന് അലമുറയിട്ട് പറയുന്നു, ഇവൻ പാപിയാണ്, പക്ഷേ എന്തു വേണം? അവനെ നീതീകരിക്കണം, അവനെ ജസ്റ്റിഫൈ ചെയ്യണം, അവനെ അക്യൂസ് ചെയ്യരുത് എന്ന് പറയുന്ന ആ വിലയേറി ഗുണകരമായി സംസാരിക്കുന്ന ആ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. We have the redemption. Hallelujah. നമുക്ക് അവനിൽ എന്തുണ്ട്? നമ്മെ കുറ്റച്ചുമത്തി നമ്മെ ഒരു ഭാഗത്ത് ബന്ധിതരാക്കി ഇടുകയല്ല, നമ്മെ സ്വതന്ത്രരാക്കി നമ്മെ വിടുവിച്ചെടുക്കുന്ന ആ രക്തം സ്വർഗത്തിൽ നിന്ന് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. God was so anxious, he was so careful about the blood of Abel that was shed once, and it was crying out once and from earth. എന്നാലേ ദൈവം അതേക്കുറിച്ച് ചിന്തിക്കുന്നവനാണെങ്കിൽ, അതേക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ആ രക്തത്തിൻ്റെ ശബ്ദം പിതാവ് കേട്ടാൽ എത്രയധികം എന്നെയും നിങ്ങളെയും നീതീകരിക്കും, എത്രയധികം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും, എത്രയും അധികം നിങ്ങളെയും എന്നെയും സമാധാനത്തോടെ നടത്തും, നിങ്ങളെ നീതിമാനെന്ന് എണ്ണും. ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ ശബ്ദമാ പിതാവ് എന്നോടും നിങ്ങളോടും ക്ഷമിച്ചത്. ആ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. സ്തോത്രം. ഗോഡ്സ് മേഴ്സി, അവന് ദൈവ കോപമല്ല, അവൻ പറയുന്നു അവനോട് കരുണ തോന്നണം. എന്നോടും അല്ലേ ആ രക്തം വിളിച്ചു പറയുകയാണ്, ഇവരോട് കരുണ തോന്നണം. അവർ കഴിവില്ലാത്തവരാണ്, ബലഹീനരാണ്, അറിവില്ലാത്തവരാണ്. എന്നാൽ എന്തിനാണ് ഇത് പറയുന്നത്? ഇന്ന് നാം ജീവിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് നാം ജീവിക്കണം. ഹല്ലേലൂയ. ഇപ്രകാരം ഒരു രക്തം സ്വർഗത്തിൽ നിന്ന് ഇപ്പോഴും അത് ക്രൈ ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് അവനുമായുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ഇന്ന് അവനെ ആത്മാവിൽ അവനെ ആരാധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, സ്തോത്രം, ആ രക്തം അവിടെ നിന്ന് അലമുറയിട്ട് വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. അപ്പനോട് കരുണ തോന്നണം. Have mercy upon them. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം.
അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കരുണ ലഭിക്കും. അവനെ അകറ്റണം എന്ന് പറയുന്നിടത്ത് ഇവിടെ പറയുകയാണ്, അവൻ്റെ അടുക്കിലേക്ക് നീ ഓടി വരണം. ആ കൃപാസനത്തോട് നിനക്ക് അടുത്തു വരാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടല്ല കേട്ടോ, ആ വിളിച്ചു പറയുന്ന ആ രക്തത്തിൻ്റെ മിടുക്ക് കൊണ്ടാ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇവിടെ ആയിരിക്കുന്നത്, ഞാനും നിങ്ങളും സന്തോഷിക്കുന്നത്, ഞാനും നിങ്ങളും ആനന്ദിക്കുന്നത്. സ്തോത്രം. വായിച്ചട്ടെ റോമർക്ക് ലേഖനം 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവന്റെ കോപത്തിൽ നിന്ന്, അവന്റെ ആ ഹോളി റാത്തിൽ നിന്ന് ദൈവം ഒരിക്കലും തെറ്റായിട്ട് നമ്മൾ ന്യായം വിധിക്കത്തില്ല. അവന്റെ കോപം അങ്ങനെ ജനിക്കത്തില്ല. എന്നാൽ കാരണത്തോടെ, സ്തോത്രം, കയ്യിൻ്റെ മേലെ അവൻ ആ ഏങ്കർ, ആ ഹോളി ഏങ്കർ ഉണ്ടായിരുന്നു. കാരണം നിഷ്കളങ്കമായ രക്തത്തെ അവൻ ചൊരിഞ്ഞു. ഇന്നും ഞാനും നിങ്ങളുമല്ലേ യേശുവിൻ്റെ ആ നിഷ്കളങ്കമായ രക്തം ചൊരിയാൻ കാരണമായത്. ഹല്ലേലൂയ. എന്നിട്ടും ആ രക്തം പറയുകയാണ്, അവരെ കുറ്റം വിധിക്കല്ലേ, അവരോട് കരുണ തോന്നണമേ. ഞാനും നിങ്ങളും എത്രയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലായതുകൊണ്ട് അമ്മ അപ്പനും പറഞ്ഞു നീ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ സ്വീകരിച്ചു, ഞാൻ പള്ളിയിൽ പോകുന്നു. ഇതാണോ? അല്ല. ഞാനും നിങ്ങളും അറിഞ്ഞുകൊണ്ടായിരിക്കണം നമുക്ക് വേണ്ടി ചിന്തിയ, മറ്റൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് വേണ്ടി ചിന്തിയ വിലയേറിയ നിഷ്കളങ്കമായ രക്തത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ബോധ്യമുള്ളവരായിരിക്കണം. ആ രക്തം എന്ത് വിളിച്ചു പറയുന്നു എന്നുള്ളത് നമ്മൾ ബോധ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവൻ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ എത്ര അധികമായി ആ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് നമുക്ക് നന്ദി പറയാനേ ഉള്ളൂ, അവൻ നമുക്ക് വേണ്ടി ചെയ്തത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച എബ്രായർക്ക് ലേഖനം 12:24 വാക്യത്തിൽ പറഞ്ഞു, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അടുത്ത വാക്യം, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവിൻ. അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കും. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന രക്തമുണ്ട്. സ്തോത്രം. എന്നാൽ ആ രക്തത്തെ എത്രമാത്രം നമ്മൾ ബഹുമാനത്തോടെ അംഗീകരിച്ച് നമ്മുടെ ജീവിതത്തെ ഒരു യാഥാർത്ഥ്യമാക്കി നമ്മൾ കൊണ്ടു നടക്കണം എന്നുള്ളത് എനിക്കും നിങ്ങൾക്ക് നല്ലപോലെ അറിയണം. ഇത് നമുക്ക് ജീവിക്കാൻ തന്നിട്ടുള്ള ഒരു ജീവിതമാണ്. അത് എങ്ങനെയും ജീവിച്ചു പോകാനുള്ളതല്ല. ക്രിസ്തുവിനെ അറിഞ്ഞവർ, ദൈവമക്കളായവർ, ഹല്ലേലൂയ, നമ്മൾ ജീവിക്കേണ്ടുന്ന ജീവനാണ്. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ആ രക്തത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാ പാടിയത്, മറ്റൊന്നുകൊണ്ടുമല്ല, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയത് കൊണ്ടല്ല, എൻ്റെ പ്രയാസങ്ങളിൽ നീ കൂടെ നിന്നത് കൊണ്ടല്ല. അതെല്ലാം ഉണ്ട്, എന്നാൽ എനിക്കായി നീ മരിച്ചു. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ദൈവകോപത്തിന് പകരം കരുണയുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവരിൽ നിന്ന് അകന്നു പോകേണ്ടതിന് പകരം എന്നെ അടുപ്പിച്ചു. നാം എത്ര നാൾ ഇതെല്ലാം അറിയാതെ ജീവിച്ചു അല്ലേ? ഹല്ലേലൂയ. എത്ര നാള് ഈ സ്നേഹത്തെ അറിയാതെ. എന്നാൽ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്, അറിഞ്ഞ ഞാനും നിങ്ങളും എത്രമാത്രം അതിന് വില കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എത്രമാത്രം അതിനെ വില കൊടുത്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആമേൻ. ഇവിടെ പറയുന്നു, തെറ്റിയൊഴിയാതെ ഇരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം, അവനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ എത്രയധികം ശിക്ഷ. എബ്രായർക്ക് ലേഖനം അതിൻ്റെ 9:14 വായിച്ചാട്ടെ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷി നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇവിടെ ആ രക്തം വിളിച്ചു പറയുന്നു, ഇതൊരു റിക്വസ്റ്റാണ്. ദൈവത്തോട് വിളിച്ചു പറയുന്നതല്ല, ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. ഈ രക്തത്തെ നമ്മൾ വിട്ടുപോയാൽ, അതിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ എത്രയധികം നമ്മൾ തെറ്റി ഒഴിയും. എന്നാൽ ഈ രക്തം നമ്മളോട് പറയുന്ന ഒന്നുണ്ട്, നമ്മുടെ കോൺഷ്യൻസ് മാറണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വായിച്ചാട്ടെ ഒന്നുകൂടെ. നിത്യാത്മാവിനാൽ
ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായി നിങ്ങളുടെ മനസാക്ഷിയെ, നിങ്ങളുടെ കോൺഷ്യൻസിനെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഇറ്റ് കോൾസ് ഔട്ട് ഫോർ എ ഗുഡ് കോൺഷ്യൻസ്. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നവരല്ല. നമ്മൾ ദൈവഹിതത്തിനൊത്തവണ്ണം അവനെ സേവിച്ചുകൊണ്ട് ടു സെർവ് ഗോഡ്, ആ കോൺഷ്യൻസോടുകൂടെ ജീവിക്കുന്നവരായി തീരണം. അതിനുവേണ്ടിയാണ് ആ രക്തം വിളിച്ചു പറയുന്നത്. ദൈവത്തോട് പറയുന്നു, അവനോട് കരുണ തോന്നണം, ഈ കുറ്റം അവൻ്റെ മേൽ ചുമത്തരുത്, അവനെ നീതീകരിക്കണം, അവനെ അനുഗ്രഹിക്കണം, അവന് ശാപമല്ല അനുഗ്രഹമാണ് വേണ്ടത്, അവന് രക്ഷ കൊടുക്കണം, റിഡംഷൻ വേണം എന്ന് വിളിച്ചു പറയും. എന്നാൽ അത് മനസ്സിലാക്കി ആ രക്തം നിർജീവ പ്രവൃത്തികളെ മാറ്റി ഒരു നല്ല കോൺഷ്യൻസ് എനിക്ക് തന്നിട്ടുണ്ടോ? ആ രക്തം ചോദിക്കുന്നു, നമ്മളോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ. നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ രക്തം നമ്മെ നീതീകരിച്ചെങ്കിൽ, നമുക്ക് റിഡംഷൻ തന്നെങ്കിൽ, നമ്മുടെ മനസാക്ഷി നിർജീവ പ്രവൃത്തികളെ മാറ്റി എത്രയധികം ആ ദൈവത്തെ സെർവ് ചെയ്യാനായിട്ട് ശുദ്ധീകരിക്കാതിരിക്കും? തീർച്ചയായിട്ടും ശുദ്ധീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നാം വലിയ കുറ്റക്കാരാ. സ്തോത്രം. ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമുള്ളത് കൊണ്ട് നമ്മുടെ കോൺഷ്യൻസ് അത് മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് വേണ്ടിയുള്ളൊരു ജീവിതം, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ളൊരു ജീവിതം, പാപത്തോട് നോ പറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം. ഹല്ലേലൂയ. ആ രക്തം, പാപമില്ലാത്ത രക്തം വിളിച്ചു പറയുന്നത് അവനെ നീതീകരിക്കണമെന്ന് പറയുമ്പോൾ നാം വീണ്ടും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ? നാം അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 10:29 വായിച്ചാട്ടെ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പി. ഇത് എപ്പോഴാണ് നമ്മൾ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നത്? എപ്പോഴാണ് നമ്മെ ശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് നമ്മൾ എണ്ണിയത്? ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, ഞാൻ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും കണ്ടോ ഞാൻ അങ്ങനെ ചെയ്തത്? ഞാനും നിങ്ങളും എന്തിനു വേണ്ടിയാണോ ഈ രക്തം ചിന്തിയത്, ആ കാര്യങ്ങൾ ഏത് തരത്തിലെങ്കിലും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, വീണ്ടും പാപം ചെയ്യുന്നവരെക്കുറിച്ചും അതേക്കുറിച്ച് ബോധ്യമില്ലാത്തവരെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീണ്ടും അവനെ ക്രൂശിക്കുന്നവർ, അവനെ ചവിട്ടിക്കളയുന്നവർ, വിശുദ്ധീകരിച്ച നിയമ രക്ത ഒരു ചെറിയ കുഴപ്പമല്ല. നമ്മൾ വീണ്ടും ഈ പാപത്തിൻ്റെതായ ജീവിതത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ, പാപം എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണക്കേട്, ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത്. വെറും ഒരു ആപ്പിൾ തിന്നേ ഉള്ളൂ, വേണ്ട എന്ന് പറയുന്ന, തിന്നരുതെന്ന് പറഞ്ഞ ഒരു ആപ്പിൾ തിന്നാൽ ആരെയും ആദ്യം കൊന്നില്ലായിരുന്നു, എല്ലാം നഷ്ടമാക്കിയത് അനുസരണക്കേട്, ഡിസ്ഒബീഡിയൻസ്. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ലെറ്റ് us have good conscience. നമുക്ക് വേണ്ടി അലമുറയിട്ട് പറയുന്നൊരു രക്തം അവിടെയുണ്ട്. ഭൂമിയിൽ നിന്ന് സംസാരിച്ചത് തക്ക മറുപടി കൊടുത്തെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സംസാരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ സ്തോത്രം 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, ഹോളി കമ്മ്യൂണിയൻ സമയത്ത് നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട്
അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. വളരെ വളരെ ശ്രദ്ധയോടെ വേണം നാം കർത്തൃമേശയിൽ പങ്കെടുക്കുവാനായിട്ട്. നല്ലതുപോലെ ശോധന ചെയ്തിട്ട് വേണം. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. കാരണം ആബേലിന്റെ രക്തത്തെക്കാൾ ഹല്ലേലൂയ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇതൊരു പുതിയ നിയമത്തിന്റെ രക്തത്തിലേക്ക് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. ആബേലിന്റെ രക്തം അവനെ ന്യായം വിധിക്കണമെന്ന് പറയുമ്പോൾ, അവനെ ശപിക്കണമെന്ന് പറയുമ്പോൾ, അവന് തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഈ പുതിയ നിയമ രക്തം പറയുന്നു, ഇല്ല, അവനെ വിടുവിക്കണം. അവൻ നീതിമാനാണിപ്പോൾ. സ്തോത്രം. അവന് രക്ഷ കൊടുക്കണം എന്ന് വിളിച്ചു പറയുന്ന ആ രക്തത്തിന്റെ പുതിയ നിയമ രക്തത്തിന്റെ അടുക്കിലേക്കാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ രക്തത്തെ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്താൽ, പ്രൊഫൈൻ ചെയ്താൽ എത്രമാത്രം നാം കുറ്റക്കാരാണ്, എത്രമാത്രം നാം കുറ്റക്കാരാണ്. നമുക്ക് പാപക്ഷമ തന്ന്, നമ്മുടെ തെറ്റുകൾ മുഴുവനും എടുത്ത്, നമ്മോട് കരുണ കാണിച്ച്, നമ്മോട് ദൈവകോപത്തിൽ നിന്ന് അകറ്റി സമാധാനം തന്ന്, ആ പാപത്തിന്റെ ആ ചളിയുടെ അവസ്ഥയിൽ നിന്നും നമ്മെ വിടുവിച്ച് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആ രക്തത്തെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇത് പറയാൻ അപ്പോസ്തലനായ പൗലോസ് പറയാൻ എന്താ കാരണം? അവർ കൂടി വരുന്നിടത്ത് അവർ സന്തോഷത്തോടെ ചെയ്തില്ല. ആരെയും കൊന്നിട്ടൊന്നുമല്ല അവിടെ ഇരിക്കണം കേട്ടോ. നമ്മൾ വിചാരിക്കും പാപം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊല്ലുന്നതാണെന്ന് നമ്മുടെ ചിന്ത. അല്ല. അവിടെ ആ ചർച്ചിൽ ഒരുവൻ വിശന്നും ഒരുവൻ ലഹരി പിടിച്ചു പിരിക്കുന്നു. ബാലൻസ്ഡ് അല്ല. അതാ കാര്യം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നമുക്ക് കർത്തൃമേശയ്ക്കായിട്ട് നമുക്ക് തന്നെ ഒരുങ്ങാം. വായിച്ചാട്ടെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 23 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വളരെ ശ്രദ്ധയോടെ നമുക്ക് ഹല്ലേലൂയ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് വേണ്ടി ചിന്തിയ ആ വിലയേറിയ രക്തത്തെ, ഇന്നും സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ രക്തത്തെ, സ്തോത്രം, ദൈവത്തോട് വിളിച്ചു പറഞ്ഞ് നമുക്ക് സമാധാനം, നമുക്ക് വീണ്ടെടുപ്പ്, രക്ഷ എല്ലാം തന്നു. എന്നാൽ നമ്മോടൊരു ചോദ്യമുണ്ട്. നിർജീവ പ്രവൃത്തികളെ മാറ്റി അവനെ സെർവ് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളുടെ കോൺഷ്യൻസിനെ, ഒരു നല്ല കോൺഷ്യൻസിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം.